പ്രളയം മുതൽ കൊറോണ വരെ. കാലം മുടങ്ങാതെ വന്നുപോകും പക്ഷിജാലങ്ങളെപ്പോലെ ആരോ നയിപ്പതായി, ഒന്നുമറിയാതെ യാന്ത്രികമായി തന്നെ വന്നുപോകുന്നതാം നീയുമെന്നോണമേ. ഹൈറേഞ്ചിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും അക്ഷരനഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് ബസേലിയസ് കോളേജിലേക്ക് വന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അവിടവും തമ്മിൽ ഒരാത്മബന്ധം ഉണ്ടായി തുടങ്ങി. കയ്യിലെ വിയർപ്പിൽ ഒട്ടിയിരുന്ന് കുതിർന്ന 10 രൂപ നോട്ട് കൊടുത്ത് ബസ്സിലെ തിക്കിലും തിരക്കിലും പെട്ട് ശരീരമാകമാനെ വിയർത്ത് കലാലയത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ കിട്ടുന്ന സുഖം, അവിടെ കാണുന്ന സമരമര ചുവട്ടിൽ അല്പനേരം വിശ്രമവും, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്ത മണിച്ചേട്ടൻ്റെ പുഞ്ചിരി, അങ്ങനെ ആരും കാണാതെ പോകുന്ന എത്രയെത്ര മുഖങ്ങൾ. ചുരുങ്ങിയ കാലയളവിൽ എനിക്കുണ്ടായ ഓർമ്മകൾ ചെറുതൊന്നുമല്ലായിരുന്നു. രസതന്ത്ര വിദ്യാർത്ഥിയാണെന്ന ചിന്ത പോലുമില്ലാതെ എൻ്റെ ക്ലാസ്സിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എന്നെ കാണാമായിരുന്നു. പാട്ടും നാടകവും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പുറകെയും ഓടി നടക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ കാലം മേഘക്കൂട്ടം പോലെ കടന്നുപോയി. കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ എനിക്ക് പരിചയക്കാരാകാൻ അത്ര കാലം തന്നെ ധാരാളമായിരുന്നു. ക്ലാസ് മുറികളിൽ ഇരുന്ന സമയത്തേക്കാൾ കലാലയത്തിൻ്റെ ചുറ്റുപാടിലായിരുന്നു എൻ്റെ ഒരു ദിവസം കടന്നു പോയിരുന്നത്. കാത്തിരുന്ന് അങ്ങനെ ഒരു സപ്തദിന ക്യാമ്പ് വരാൻ തുടങ്ങി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സൂര്യനെ അപ്പാടെ മാറ്റിക്കൊണ്ട് മഴ കനത്തു പെയ്യാൻ തുടങ്ങി. 14 ഓഗസ്റ്റ് 2018. വീട്ടിലേക്ക് പോകുവാനായി നേരത്തെ കോളേജിൽ നിന്നിറങ്ങിയ എന്നെ കാത്തിരുന്നത് മുട്ടൊപ്പം വെള്ളത്തിലൂടെയുള്ള യാത്രയായിരുന്നു. വഴി തടസ്സപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അടിമാലിയിലേക്ക് ബസ്സൊന്നും പോകില്ല, ബസ് ജീവനക്കാർ എന്നോട് പറഞ്ഞു. തിരിച്ച് ഹോസ്റ്റലിലെത്തി പടികൾ കയറുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കേരളം മൊത്തം നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്ക ദിവസമായിരുന്നു അതെന്ന്. മഴ കനത്തു പെയ്തുകൊണ്ടേയിരുന്നു. റോഡിലും മറ്റും വെള്ളം കയറി. മഹാപ്രളയത്തിന് വഴിയൊരുങ്ങി. പൂർണ്ണമായും നാട്ടിലേക്കുള്ള എൻ്റെ ബന്ധം നിലച്ചു. ഫോണിൽ റേഞ്ചില്ലാതെ, ഹോസ്റ്റലിൽ വെള്ളമില്ലാതെ, കറണ്ടില്ലാതെ ദിവസങ്ങൾ എണ്ണിത്തീർക്കാൻ പെട്ട പാടിനെപ്പറ്റി ഓർക്കുമ്പോൾ പുറം ലോകവുമായി ബന്ധമില്ലാതെ നാളുകൾ കടന്നുപോയി. അങ്ങനെ പതിയെ മഴ തോർന്നു. ഹോസ്റ്റലിലെ കുട്ടികൾ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി. ആദ്യം ഇറങ്ങാൻ തുടങ്ങിയ ഞാൻ അവസാനമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. തിരികെ നാട്ടിലെത്തി എനിക്ക് അത്ര നല്ല കാഴ്ചകളല്ലായിരുന്നു കാത്തിരുന്നത്. എല്ലാവരും പത്രത്തിലും വാർത്തയിലും കൂടി അറിഞ്ഞതുപോലെ ഞങ്ങളുടെ നാടിനെയും പ്രളയം കവർന്നിരുന്നു. പിന്നെയും വെയിൽ വന്നു. ഗതാഗതം പൂർണ്ണമായും പഴയതുപോലെയായി. പ്രകൃതി ശാന്തമായി. കിളികൾ കൂടുവിട്ട് കൂടുമാറി തുടങ്ങി. കലാലയവും പഴയതുപോലെ തിരക്കു പിടിച്ച ജീവിതത്തിലേക്ക് ഞാനും ആ ഒഴുക്കിനൊപ്പം നീന്താൻ തുടങ്ങി. പിന്നെയും കാലം കടന്നുപോയി. ഒരു മഴക്കാലം കൂടി വന്നുകൊണ്ടേയിരുന്നു. അന്ന് പക്ഷേ ആദ്യം തന്നെ വീട്ടിലേക്കുള്ള വണ്ടി കയറാതെ കോട്ടയത്തിന് വേണ്ടി മാറ്റിവെച്ച ദിവസങ്ങളായിരുന്നു. കലാലയം ഒരു കളക്ഷൻ ക്യാമ്പായി മാറാൻ. ദുരിതത്തിൽപ്പെട്ട എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന വിധം ഭക്ഷണവും വെള്ളവും തുണികളായും മറ്റും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അന്ന് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഒരു നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയറായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഭക്ഷണം നനയാതെ അരയൊപ്പം വെള്ളത്തിലൂടെയും മഴയിലൂടെയും കടന്നുപോയി കൊടുക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓരോ നന്ദി വാക്കും കണ്ണീരും ആ മഴ പോലെ ഞാൻ ഓർത്തിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള വണ്ടി പിടിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉള്ളിലുടനീളം ഉണ്ടായിരുന്നു. 3-ാം വർഷം എന്നെ കാത്തിരുന്നത് കൊറോണ എന്ന വിപത്തായിരുന്നു. ചുറ്റും മുഖം മറച്ചവർ, അകലം പാലിച്ചുള്ള സൗഹൃദം, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കാണുമെന്ന് നമ്മൾ ഒരിക്കൽ പ്രതീക്ഷിച്ചു കാണില്ല. എല്ലാ പരീക്ഷകളും എഴുതി കലാലയത്തിലെ അവസാന നാൾ വരെ അത്രയധികം സൂക്ഷിച്ചു നടന്നെങ്കിലും കൃത്യം ആ ദിവസം എനിക്കും കൊറോണ പിടിപെട്ടു. 10 ദിവസത്തെ ക്വാറന്റൈൻ വാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോൾ ഞാൻ ആകെ ആലോചിച്ചത് ഇത്രമാത്രം. ആ 3 വർഷം കടന്നുപോയ പോക്കെ. പ്രളയമായി കൊറോണയായി. കാലം കടന്നു പോകുമ്പോഴും 3 വർഷക്കാലം മായാത്ത ഓർമ്മകൾ എനിക്ക് ആ കലാലയ ജീവിതം തന്നു എന്നതിൽ സംശയമില്ല. അതെന്നും ഓർമ്മയുടെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ ഭദ്രമായിരിക്കട്ടെ. അവസാനം ബാക്കിയാവുന്നത് ഒരു പിടി ഓർമ്മകൾ മാത്രം.